എടാ പൊട്ടാതൊരു ചെടിയാടാ. അറിയാതെ രീതി പറഞ്ഞതാ. ആ ചെടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാ മതി. മാറുമോ? പിന്നെ അത് അന്നേരം മാറുമല്ലയോ? അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാവോ? നാളെ പഠിത്തമില്ല. എന്താ? പത്തനംതിട്ടയിലെ കടക്കല് പറഞ്ഞു പഠിത്തമില്ല. പത്തനംതിട്ട എവിടെ കടക്കല്? നീ എന്തോ കേട്ടത്? കടക്കില് പ്രഖ്യാപിക്കത്തില്ലയോ അവധിയാന്ന്? കടക്കലല്ല, കളക്ടർ പറഞ്ഞേ. കേട്ട കടക്കലെന്ന് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഏത് ടി വി നീ മേടിച്ചാ പരന്നിരിക്കുന്ന ടി വി? അതങ്ങനെ ആയിപ്പോയെ. പഴയ ടി വിക്ക് അത് കറക്റ്റ് വാർത്തയാണ്. പിന്നെ അത് കളക്ടർ തന്നെ പറയത്തുള്ളൂ. ഉറുമ്പുളി ഉണ്ടെങ്കിൽ വേണ്ടി. നീ ഇന്ന് പഠിക്കാൻ സമ്മതിക്കില്ലല്ലോ. അല്ല അതല്ലടാ, ഞാൻ ഷൂ എടുക്കാൻ ചെന്നപ്പോഴേ വീടിന്റെ സൈഡ് മൊത്തം ഉറുമ്പാ. സ്പ്രേ അടിച്ചാ പോരെ? ഞാൻ സ്പ്രേ അടിച്ച് അന്നേരം അപ്പൊ ഉറുമ്പ് കൈ നോക്കി കാണിക്കുക. ഇവിടെ അടിച്ചതാ. ഇപ്പൊ എങ്ങാണ്ട് പോകാൻ നിന്ന് ഉറുമ്പിന്റെ ദേഹത്ത് അധികം അടിച്ചത് ആണോ? അങ്ങനെ അടിക്കരുത്. പിന്നെ ഉറുമ്പ് ഇങ്ങനെ വരിയായിട്ട് വരത്തില്ലയോ? വരുന്നുള്ള സ്പ്രേ കൊണ്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഉറുമ്പ് ചത്ത് വശക്കേട് വരും. ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം കേട്ടോ. നീ എന്നോട് ഇത്രയും ചോദ്യം ചോദിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എന്തോടാ? നമ്മുടെ ഈ റബ്ബർ മരം ഇല്ലേ, റബ്ബർ മരം, അത് ഈ സ്കൂളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെന്താണ് അങ്ങനെ വെച്ചേ? ഞങ്ങളുടെ അച്ഛൻ പറയുക റബ്ബർ നഴ്സറി ഉണ്ടോ. പിന്നെ റബ്ബറിന് മാർക്ക് ഇടാൻ പോവാ. നമ്മള് തുടക്കത്തില്ലടാ, അത് റബ്ബർ. മനുഷ്യരോട് എന്തെങ്കിലും ബന്ധം കാണൂടാ. റബ്ബറോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സാറ് വന്നടാ. അയ്യോ കണ്ടില്ല, സത്യമായിട്ട് കണ്ടില്ല. കാണത്തില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാറിന്റെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അത് ഒരുപാട് താമസം വരും. ഗുഡ് മോർണിംഗ് സാർ. ഒരു അധ്യാപനെ കാണുമ്പോൾ രാവിലെ ക്ലാസ് വരുമ്പോൾ മോർണിംഗ് പറയണം. ഇനി മറക്കത്തില്ല. ഇപ്പൊ ഇന്നലെ വൈകിട്ടൊക്കെ അട്ടയെ പിടിച്ചോണ്ട് നടക്കുമായിരുന്നു. അട്ടയെ പിടിച്ചോണ്ടാണത് സാറേ? അട്ടയെ പിടിച്ചത് ഞങ്ങളുടെ കുഞ്ഞമ്മ പറഞ്ഞത് ശരിയാണോന്ന് അറിയാൻ നോക്കിയതാ. കുഞ്ഞമ്മ എന്താ പറഞ്ഞു? അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയാ കിടക്കത്തില്ല. അട്ടയെ പിടിച്ചാൽ മെത്തെ കിടക്കത്തില്ല. ആരും കിടന്നു. പിന്നെ എന്റെ കൂടെ നേരം വിളക്കം വരെ കിടന്നു. എന്നിട്ട് ഇടിച്ചു പോലും ഞാൻ അറിഞ്ഞില്ല. അത് ഒരിക്കലും നടക്കാത്ത സംഭവമല്ലോ. അതും നോക്കട്ടെ. സത്യമായിട്ട് കിടന്നു. പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങിയത്. ഹലോ വനജ ടീച്ചറെ, ഈ അട്ടയെ പിടിച്ച് മെത്ത കിടത്തിയാൽ കിടക്കുമോ? അത് ശരി. എന്താ പറഞ്ഞു സാറേ? ആ പെണ്ണുമുള്ള അട്ടയുടെ സൈഡാ കിടക്കുമോ? ഞാനെന്താ പറഞ്ഞു? ഒരു കാര്യം ചെയ്യാം, രാവിലെ നമുക്ക് ക്ലാസ് അങ്ങോട്ട് തുടങ്ങാം. നമ്മുടെ ടീച്ചറും കുട്ടികളും ഒക്കെ എവിടെ പോയിരിക്കുമെന്ന് അറിയുമോ? ടൂറിന് പോയിരിക്കുക. വന്നില്ല. അവര് പോയിരിക്കുന്ന ബസ് അവിടങ്ങാണ്ട് കേടായി കിടക്കും. നമ്മുടെ കഷ്ടകാലം ഇന്ന് തല്ലുകൊണ്ട് ചാകുന്നു. അപ്പൊ ഇന്നലെ വൈകിട്ട് MH വിളിച്ചു പറഞ്ഞു, HM വിളിച്ചു പറഞ്ഞു, ഇന്നൂടെ ക്ലാസ് എടുക്കണം കേട്ടോ. അപ്പൊ 5 വിഷയമുണ്ട്, പേടിക്കണ്ട. ഈ ചോക്ക് താഴെ വീഴാതെ നോക്കിക്കോണേ. ഞാൻ പിടിച്ചോ. അപ്പൊ ആദ്യം ഹാജർ അങ്ങോട്ട് എടുക്കാം. ശ്രദ്ധിച്ചിരുന്നോണേ. ആനയുണ്ടോ? കലണ്ടർ വല്ലതും നോക്കാനാണോ? എടാ, ഈ ക്ലാസ്സിന് ആനി എന്ന് പറയുന്ന കുട്ടിയുണ്ടോ? ആനിയോ? എനിക്ക് ഇതിനൊരു ആണിയുണ്ടോ? അവള് വന്നില്ല. എങ്കിലും അത് പറഞ്ഞാ മതി. അരിയുണ്ടോ? അരിയില്ല സാർ. ഒരു 5 കിലോ മേടിച്ചു തരുമോ? എടാ, ഈ ക്ലാസ്സിലെ അരി എന്ന് പറയുന്ന കുട്ടി വന്നിട്ടുണ്ടോ? ടൂറിന് പോയി. ടൂറ്. യമുന എവിടെ? ഉത്തർപ്രദേശിൽ കൂടെ ഒഴുകുന്നു. ഈ ക്ലാസ്സിലെ യമുന എന്ന് പറയുന്ന കുട്ടിയോ? യമുന എന്ത് ചെയ്യുന്നു? നിന്റെ ശല്യം കാരണം മാറ്റി. ആരടിച്ചേ? സാറ് ഇരിക്കവിടെ. അധ്യാപന്റെ മുന്നിൽ കിടന്ന് ബഹളം വെക്കുന്നു. പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. എടാ, ഈ ക്ലാസ്സിലെ പ്രതീക്ഷ എന്ന് പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ടോ? ടൂറിന് പോയി. ടൂറിന് പോയി. ഗോപി. ഇന്നത്തെ കാര്യമാണോ? ഇന്നത്തെ കാര്യത്തിന്റെ കാര്യം. ഗോപിക്കുട്ടൻ വന്നിട്ടുണ്ടോ ഈ ക്ലാസ്? ഗോപിക്കുട്ടൻ പാലുകാച്ച് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കൊണ്ട് നാളെ വൈകിട്ട് അങ്ങ് പോവാം. അവിടെയും വരുവാ. അവിടെയും വരും. മിണ്ടായിരുന്നോണം നിന്റെ വായി കൊണ്ട് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അനന്തോ? നിന്നെയാണോ വിളിക്കുന്നത്? ഇത്രയും നാളും അത് ശരിയാക്കാതെ ക്ലാസ്സിൽ കയറി തോറ്റിരിക്കുവാ. കൈയുടെ ഒരു ഞാൻ തരാം. ഞാൻ അവിടെ ഇരിക്കവിടെ. അഖിൽ. അവൻ തെറ്റ് പറഞ്ഞപ്പോ അവനെ തിരുത്തിക്കൊണ്ട് തെറ്റ് പറയുകയാണെങ്കിൽ തിരുത്താനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവൻ വഷളായി പോകുന്നത് അതാണോ? ഇരിക്കണം അവിടെ. അപ്പൊ ക്ലാസ് അങ്ങോട്ട് തുടങ്ങാൻ പോവാ. കുറച്ച് ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ആദ്യം പഠിപ്പിക്കും, പിന്നല്ലേ ചോദ്യം. ആദ്യം ഞാൻ അങ്ങ് പഠിപ്പിച്ചോളാം. മര്യാദയ്ക്ക് ഇവിടെ കേട്ടോണ്ടിരുന്നാ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട്? താഴെ വീണ് പൊട്ടാതിരിക്കാൻ. താഴെ വീണ് പൊട്ടാതിരിക്കാനാണോ കൊതുക് വെള്ളത്തിൽ? കൊതുക് എന്തിനാ വെള്ളത്തിൽ പൊട്ടായിടുന്നത്? കൊതുകോ? മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരുമ്പോ ചോര കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിച്ചെങ്കിലും ജീവിക്കട്ടെ എന്ന് ആ അമ്മയുടെ മാതൃ സ്നേഹം കൊണ്ട്. ഏത് കൊതുകിന്റെ അമ്മയ്ക്ക് എത്ര മാതൃസ്നേഹം ഉള്ളു? ഏത് അമ്മയ്ക്ക് മാതൃസ്നേഹം ഇല്ലാത്ത അമ്മയ്ക്ക് മാതൃസ്നേഹം ഉള്ളു?
അഹങ്കാരം പറഞ്ഞ തുടയാൻ അടിച്ചാൽ പൊട്ടിക്കും. എടാ, കൊതുക് വെള്ളത്തിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ പല പല അസുഖങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊതുകിനെ പറഞ്ഞു മനസ്സിലാക്കി ഈ മുട്ട ഇടുന്നത് അങ്ങ് വിലക്കണം. ഇറങ്ങി എവിടെ പോകാനാ? കൊതുകിനെ പറഞ്ഞ് മനസ്സിലാക്കി. ഓ എടാ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം നമ്മൾ മറിച്ച് കളയണം. കെട്ടിക്കിടക്കണുള്ളൂ. അങ്ങനെ നീ കായലും ആറും ഒക്കെ ആര് മറിച്ച് കളയും? എനിക്കറിയത്തു. കായലും ആറും എടുത്ത് മറിച്ച് വെക്കാനല്ല പറഞ്ഞത്. പിന്നെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളെല്ലാം എടുത്ത് മറിച്ച് കളയണം. വീട്ടിലിരിക്കുന്നതിന്റെ കൂടെ പ്രശ്നം. ആ എന്നും അത്ര വെള്ളം ഒഴിച്ചിട്ട് വന്ന് മറിച്ച് കളയുന്നുണ്ട്. എന്നിട്ടും കൊതുകിന്റെ ശല്യം ഇല്ല. അഹങ്കാരക്കാര്യം വികട സരസ്വതിയാ നിന്റെ വായി നടക്കുന്നത് കേട്ടോ. വികട സരസ്വതി കഴിഞ്ഞ ദിവസം ഒന്നും ഇല്ലായിരുന്നല്ലോ. തലയൊന്ന് പൊങ്ങിയപ്പോഴത്തേന് വികട സരസ്വതി ഇറങ്ങി. എനിക്കവിടെ ഞങ്ങൾ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞേതാവ് എം.എൻ. നമ്പ്യാര്. എം.എൻ. നമ്പ്യാര് ആരാടാ? ആരാ? എം.എൻ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞേതാവ്. തുള്ളൽ കുഞ്ചൻ. സിനിമാ നടൻ കുഞ്ചൻ. അത്രയും കറക്റ്റ് ആക്കി പറഞ്ഞിട്ട് തെറ്റിച്ച് കളഞ്ഞില്ലേ? അവിടെ കൊല്ലം തെറ്റിച്ച് പ്രതികാരം വീട്ടുവല്ലേ? അടുത്തത് നോക്കടാ നിന്നുടെ മാർഗെ കിടക്കുന്നു, മർക്കടാ നീ അങ്ങ് മാറിക്കിടച്ചിടാ. ഇതെന്ത് ചോദ്യമാണ് ഇത്? ചോദ്യം പറഞ്ഞാൽ മര്യാദക്ക് കേട്ടോണ്ടിരുന്നോളാം കേട്ടോ. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ഇത് സാറ് ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞു. അതാണോ ഇത് ഉത്തരം? അത് ഞാൻ ചോദ്യം ചോദിച്ചാ ഇത് ആരോട് എപ്പം പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചത്. തല്ലുകൊണ്ട് ജാകാറായി. അടുത്തത് നീ പറയണ്ട, നീ മിണ്ടായിരുന്ന നിന്റെ വായു വെച്ചോ. കറക്റ്റ് പറയുന്നു. നിങ്ങൾ നന്നായിട്ട് കഴിവുള്ള ആൾക്കാരാണോ? ചിത്രങ്ങളൊക്കെ വരയ്ക്കുമോ? ചിത്രം വരയ്ക്കും. എഴുന്നേറ്റ് വന്നേ. എവിടെ പോകാനാ? ഈ ബോർഡിൽ പറയുന്ന ചിത്രം ഒന്ന് വരച്ചാട്ട് പെട്ടെന്ന് പെട്ടെന്ന്. എന്തോ ചിത്രമാ? കേരവൃക്ഷം. കേരവൃക്ഷം എന്നെ അറിയാവുന്നതാ പറഞ്ഞേ. ഇവിടെ ഇങ്ങനെ തോറ്റ് കിടക്കാനാണോ നിന്റെ പ്ലാൻ? ഞങ്ങള് വന്നപ്പോ പോലെ സാറും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എടാ, അത് ഞാൻ ഇവിടുത്തെ അധ്യാപകനാ. ഞാൻ ഇവിടുത്തെ കുട്ടിയാ. സാറിന്റെ ഒക്കെ പഠിത്തം കാരണം എങ്ങനെ നടക്കുന്നു? നിനക്ക് ഇവിടുന്ന് പോകണമെന്നില്ലേ? അവൻ മറിച്ചു സാറേ. നിന്റെ കൂടെ പഠിച്ച ശ്രീജിത്തിന്റെ കല്യാണോ നാളെ? വരച്ചു ഇതെന്താ? ഇത് വൃക്ഷം. വൃക്ഷവും മീനും കേരമീനും വെക്കാനാണ് പറഞ്ഞത്. കേരവൃക്ഷം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് അറിയാം. എന്താ കേരവൃക്ഷം? തെങ്ങോ? പറ. തെങ്ങാന്ന് കേരേന്ന് പറഞ്ഞു. അടുത്ത എഴുന്നേറ്റ് വേണം. ഉണ്ടക്കണ്ണ് തെള്ളിക്കാതെ ഇറങ്ങി വരാൻ. ചെന്ന് കേറിക്കൂടെ? ഞാൻ പറയുന്ന ചിത്രം കൊണ്ട് വരയ്ക്കും. ഇവൻ വരച്ചതിന്റെ കൂട്ട് വികട സരസ്വതി എന്തോലും വരച്ചു വെക്കാനും തുടങ്ങാൻ അടിച്ചു കൂട്ടി. ഞാൻ പറയാം. ഒരു പാവപ്പെട്ട കർഷകന്റെ വീട്. ആ വീടിന്റെ മുറ്റത്ത് കർഷകൻ നിൽക്കുമ്പോൾ ഒരു ബാങ്ക് മാനേജർ കാറിൽ നിന്ന് വന്നിറങ്ങി നിൽക്കുന്നു പൈസ വാങ്ങിക്കാൻ. ഈസി പടം പഠിപ്പിക്കണ്ട. നീ ഇവിടെ എന്തോ വരച്ചു വെച്ചത്? ഞാനത് കണ്ടതാ. കേരവൃക്ഷം മോശമാണ് ഞാൻ വരച്ചത്. കേരവൃക്ഷം മോശമല്ലാതെ അങ്ങനെയാണോ വരയ്ക്കുന്നത്? കേരവൃക്ഷം ഈ കൈയുടെ തൊലിയും പോയി. എന്താ പിച്ച സാറേ? പിച്ചെന്ന് എന്റെ കയ്യിലെ തൊലിയിലാണ്. അത് ഞാൻ പറഞ്ഞത്. ഉപ്പൽ വെച്ച് തുടക്കരുത് ബോർഡിൽ. ഇല്ല ശുദ്ധമായ വരച്ചോ? ഇത് കണ്ടോ? അങ്ങോട്ട് നീങ്ങുന്നില്ല. ഇതെന്തുവാ? പാവപ്പെട്ട കർഷകന്റെ വീട്. ആ കർഷകൻ എന്ത്? ബാങ്ക് മാനേജർ കാറിൽ നിന്ന് ഇറങ്ങാത്തോണ്ട് കർഷകൻ ഇറങ്ങി. എടാ, ബാങ്ക് മാനേജർ എവിടെ? കർഷകൻ ഇറങ്ങാത്തോണ്ട് ബാങ്ക് മാനേജർ ഇറങ്ങി. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ ഇല്ലെങ്കിൽ മേടിക്കാൻ വേണ്ടി വിളിച്ചിരിക്കും.